ഇന്ന് അതിവിശിഷ്ടമായ വളരെ ചെറിയൊരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ സൂറത്ത് നമ്മൾ പറയുന്നത് പോലെ ഒന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്കെതിരെ ആര് കുതന്ത്രം മെനയുന്നുണ്ടോ അതെല്ലാം അള്ളാഹു തകർക്കും. ഒരാൾക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. സിഹറുകൾ, കണ്ണേറുകൾ ചകരും. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ഇത് മതിയെന്നാണ്. മാത്രമല്ല, നമ്മുടെ സഹോദരിമാരിൽ ഒരുപാട് ആളുകൾക്ക് ശരീരവേദനയുണ്ട്. എന്നും രാവിലെ തുടങ്ങും ഒരു വേദന, കൈവേദന, കാലുവേദന, സന്ധിവേദന, പല വേദനകൾ. ഈ വേദനകൾക്ക് ശമനം കിട്ടാനും നമ്മൾ ഈ പറയുന്നത് പോലെ ഈ സൂറത്തൊന്ന് പതിവാക്കിയാൽ മതി. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ ഒരു പുഞ്ചിരി വിടരട്ടെ. ദുൽഹജ്ജിലെ ആദ്യ പ്രഭാതത്തിലെ ആദ്യത്തെ പുഞ്ചിരി മനോഹരമായി ചിരിച്ചുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിന്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. അതിനും കൂടെ പറ്റിയൊരു സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് സിഹിറും കണ്ണീറും ഒക്കെ കൊണ്ട് ആകെ ജീവിതം തകർന്നു. ഒരാൾ എന്നെ എപ്പോഴും നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കച്ചവടം നശിപ്പിക്കുന്ന എൻ്റെ സീനിയേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ജോലി നശിപ്പിക്കുന്ന സീനിയേഴ്സ്, ഒന്നൊന്ന് ദ്വാ ചെയ്യണം, ഇതൊക്കെ ഒന്ന് ഭംഗിയായി കിട്ടാനെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും ആദ്യം നമ്മൾ വല്ലാത്തൊരു സന്തോഷവേളയിലാണ്. കാരണം ദുൽഹജ്ജിലെ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് തന്നില്ലേ. ഈ ദുൽഹജ്ജിലെ ദിനരാത്രങ്ങൾ റമളാനിലെ അവസാന 10 പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകൽ, റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ. അങ്ങനെയുള്ളൊരു പകലിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് എന്ന റബ്ബിനെ എത്ര സ്തുതിച്ചാലാണ് മതിയാവുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതായാലും അങ്ങനെ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? കേട്ട് കഴിയുമ്പോൾ ഇതായിരുന്ന സൂറത്ത്, ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയാല്ല എന്നൊന്നും പറഞ്ഞു തരായിരുന്നു. അറിവ് വിലപ്പെട്ടതാണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീലിന് ഇങ്ങനെയൊക്കെ മഹത്വങ്ങളുണ്ടോ? പിന്നില്ലേ, നമ്മളറിയാത്ത എന്തോരം കാര്യങ്ങളുള്ളത്. ഏതാണ് സൂറത്തുൽ ഫീൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول سبحانك يا رب. ഇതൊരു വല്ലാത്ത അത്ഭുതമാണ് ഈ സൂറത്ത്. എന്താണ് ആ സൂറത്തിലൂടെ അള്ളാഹ് പറയുന്നത് ഇല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയെ കൊണ്ട് അള്ളാഹ് എന്താണ് ചെയ്തതെന്ന് അങ്ങ് കണ്ടില്ലേ നബിയെ? അങ്ങ് കണ്ടില്ലേ? ആനപ്പടയെ അള്ളാഹ് എന്താ ചെയ്തത്? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രങ്ങളെ മുഴുവൻ അള്ളാഹ് തകർത്ത് കളഞ്ഞു എന്നാണ്. അവരുടെ കുതന്ത്രങ്ങളെ മുഴുവൻ അള്ളാഹു തകർത്ത് കളഞ്ഞു. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. വായയിൽ നല്ല ചുട്ടുപഴുത്ത കല്ലുകളുമായി അബാബീൽ പക്ഷികളെ അവരുടെ മേലേക്ക് അല്ലാഹ് പറഞ്ഞയച്ചു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ അവർ മാറിത്തീർന്നു എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അതായത് നമുക്കേറെ സുപരിചിതമായ ചരിത്രമാണ്. അബ്രഹത്ത് രാജാവ് യമനിലെ ഒരു ഭാഗം ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അപ്പം അദ്ദേഹം ഒരു ചർച്ച്, ഒരു ക്രിസ്തീയ ദേവാലയം അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടാക്കി. അപ്പം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, കുറേ ആളുകൾ കഅബാലയത്തിലേക്ക് പോകണം, അങ്ങനെ ആരെയും വിടൂല, ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. പിന്നെ അന്ന് അബിസീനിയ ഭരിച്ചിരുന്ന നജ്ജാശി രാജാവ് ക്രിസ്ത്യാനിയാണ്. രാജാവിനെ ഒന്ന് സുഖിപ്പിക്കുക കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുരാജാവായ അബ്രഹത്ത് അങ്ങനെ പ്ലാൻ ചെയ്യണത്. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. അങ്ങോട്ട് ആരും വരുന്നില്ല, എല്ലാവരും കഅബാലയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ മൂപ്പർക്ക് ദേഷ്യമായി. ഇവരെന്ത് ചെയ്തു? ഒരു ആനപ്പടയെ എടുത്തുകൊണ്ട് കഅബാലയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തിന്? കഅബ പൊളിക്കാൻ ചെല്ലുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ചെറിയ പക്ഷികളെ വായിൽ ചെറിയ കല്ലുകളുമായിട്ട് പറഞ്ഞയച്ചു. എന്നാൽ ആ കല്ല് ഓരോ ആനയുടെയും ഓരോ മനുഷ്യൻ്റെയും തലയിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ അതിങ്ങനെ ആഴ്ന്നിറങ്ങി ശരീരം തുളച്ചു പുറത്തേക്ക് വരുന്നത് പോലെ അത്ര വലിയ ചുടുകല്ലുകൾ വഹിച്ചുകൊണ്ടാണ് ആ പറവകൾ വന്നിറങ്ങിയതെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അത്ര വലിയ അത്ഭുതമാണ്. അവസാനം എന്ത് സംഭവിച്ചു? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ ആയിത്തീർന്നു എന്നാണ്. ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനങ്ങൾ കണ്ടിട്ടില്ലേ? അതേ കോലത്തിൽ മാറിപ്പോയി. അള്ളാഹു അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിൻ്റെ കഅബ തകർക്കാൻ വന്നവനെ അള്ളാഹു തീർത്ത് കളഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മളെ തകർക്കാൻ വരുന്ന കുറേ ആളുകളുണ്ടാവും അല്ലേ?
നമ്മളെ തകർക്കാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടാതെ നമ്മളെ തകർത്ത് കളയുന്ന അസൂയ കൊണ്ടിട്ടാണ് ഇതൊക്കെ. നമ്മുടെ ഒരു ഇപ്പോൾ ജോലിയിൽ നമ്മുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ട് സഹിക്കുന്നില്ല. സിഹർ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, കണ്ണീറിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, നാവേറ്, അതുപോലെ തന്നെ പല കെണിയിലൂടെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർ, ഇവരൊക്കെ തകർത്ത് കളയാൻ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ എന്ത് മതി? ഈ സൂറത്ത് മതി എന്നാണ്. എന്ന് മോദിയാൽ ശത്രുക്കൾ ഇല്ലാതാവും. സുബ്ഹാനല്ലാഹ്. ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹ് കാവല് തരും. ഇപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫീൽ അഫാഹുല്ലാഹു തആല അയ്യാമ ഹയാതിഹി മിൻ ഖസ്ഫി വൽ മസ്ഖ്. ഒരു മനുഷ്യൻ എന്നും പതിവാക്കി കൊണ്ടുവരണം. എപ്പോഴെങ്കിലും ഓതിയാലോ. ഇന്നിപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞത് ഇങ്ങനെ പതിവാക്കുക. എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് പതിവാക്കുന്ന മനുഷ്യന് ജീവിതകാലം മുഴുവൻ അള്ളാഹ് കാവൽ കൊടുക്കും. എന്തിൽ നിന്നൊക്കെ? ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതിൽ നിന്നും, കോലം മറിക്കപ്പെടുന്നതിൽ നിന്നും. പന്നിയുടെയൊക്കെ രൂപമാക്കിയ സമുദായങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ കോലം മറിക്കപ്പെടുന്നതിൽ നിന്നും, ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതിൽ നിന്നും, അതായത് മൊത്തത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, മഴക്കെടുതികളിൽ, മണ്ണിടിച്ചിലിൽ പെട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ തുടങ്ങി എന്തെല്ലാം അപകടങ്ങളുണ്ടോ അല്ലാഹു കാവല് തരുമെന്നാണ്. മഴക്കെടുതിയിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് ചെയ്യണം? 11 ഡെയിലി ഓതുക. 11 തവണ, ഏറ്റവും ചുരുങ്ങിയത് 11 തവണ സൂറത്തുൽ ഫീൽ ഡെയിലി ഇങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ശത്രുക്കളുടെ ശത്രുതാ മനോഭാവം പോലും അലിഞ്ഞില്ലാതാകുന്നത് കാണാൻ പറ്റും. ഇനി 11 ഒന്നും പറ്റിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോകരുത്. എന്നാൽ പിന്നെ ഒരെണ്ണം തന്നെ മതി, അങ്ങനെ ചിന്തിക്കരുത്. ശ്രമിച്ചു നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും. പിന്നെ നമ്മുടെ സഹോദരിമാർ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഉസ്താദേ, നേരം വെളുത്തു കഴിഞ്ഞാൽ വേദന തുടങ്ങും, കാലുവേദന, നടുവേദന, ഇങ്ങനെ നിരന്തരം വേദനയാണ്, മരുന്ന് കഴിച്ചിട്ട് മാറണില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാമോ? എല്ലാ ദിവസവും സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, അതായത് സുബ്ഹി വാങ്ക് വിളിച്ച് സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുൻപുള്ള വളരെ ശ്രേഷ്ഠതയേറിയ 2 റക്അത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ 2 റക്അത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ്. അത്ര സ്വഹാബത്ത് പരിഗണിച്ച 2 റക്അത്താണ് ഏത്? സുബ്ഹിയുടെ മുൻപുള്ള 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഈ സൂറത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ വേദനകൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. അപ്പം എങ്ങനെ നിസ്കരിക്കണം? ചെറിയൊരു മാറ്റം. അപ്പോൾ ആദ്യം കൈകെട്ടുക, വജ്ഹത്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ശേഷം 2 സൂറത്തുകൾ, ഒന്ന് അലം നശ്റഹ് സൂറത്ത് ഓതുക, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്ത് ഓതുക. 2 സൂറത്തുകൾ ഏതൊക്കെ? ഒന്ന് അലം നശ്റഹ് ലക സദ്റക്, അത് ഓതിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അങ്ങനെ നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വേറെ 2 സൂറത്തുകൾ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്, അങ്ങനെ 2 സൂറത്ത് അവിടെ ഓതുക. ഇതിങ്ങനെ പതിവാക്കുന്നതിലൂടെ ശരീരത്തിന്റെ വേദനകൾക്ക് ശമനം കിട്ടും. പൈൽസ് രോഗം പോലും മാറാൻ ഇത് നിമിത്തമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ ഓതണ്ടേ. ദുൽഹജ്ജ് മാസം അനുകൂലമായി കിട്ടണം. പല ആളുകളും ആ പാവപ്പെട്ട ഉസ്താദിനെ വീട് വെക്കുന്നതിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. ഇത് റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ്, നമ്മൾ പരിഗണിക്കാതെ പോകുന്ന പകലുകളാണ്. ഈ ഒരൊറ്റ ഹദിയ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഹദിയയുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച രാവും കൂടെ നമുക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലണം കേട്ടോ. പേരൻസിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. സ്വലാത്തുകളും അദ്കാറുകളും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുന്നതിൽ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, സയ്യിദത്തുന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിവാഹം ചെയ്തത് ആരെയാണ്? ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം മുത്തുനബി ആദ്യം വിവാഹം ചെയ്തത് ആരെയാണ്? കമന്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് സിഹറുകൾ, കണ്ണേറുകൾ, പ്രയാസങ്ങളെല്ലാം ബാത്തുലാക്കണേ അല്ലാ.
മനസ്സമാധാനം തരണയല്ല. അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല. പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഒരുപാട് മുറാദുകൾ കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണയല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.